എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതായത് ബാക്കിയുള്ള ആളുകളുടെ പോലെ അദ്ദേഹത്തിന്റെ ലോവർ ബാക്കിൽ ആ കർവേച്ചർ ഇല്ല, ഏകദേശം ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം. ആരുടെയും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പോസ്റ്റർ എന്ന് പറയാനില്ല. കുറച്ചൊക്കെ ആ കർവേച്ചേഴ്സ് ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും നമുക്കൊരു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെ വരികയാണെങ്കിൽ മാത്രം നമുക്കതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു പക്ഷേ ആ ലോവർ ബാക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ആളുകൾ നിൽക്കുന്ന സമയത്ത് മുന്നോട്ട് വീഴാനായിട്ടുള്ള ഒരു ടെൻഡൻസി, അതുപോലെ തന്നെ ലോവർ ബാക്കിൽ നല്ല വേദന, അതുപോലെ ഗ്രോയിൻ ഏരിയ, തൈ ഏരിയ നല്ല കടച്ചിട്ടുള്ള ആ ഒരു മസിൽ ടൈറ്റ്നസ് ഫീൽ ചെയ്യുക, അതുപോലത്തുള്ള ഒരു വേദന, അതുപോലെ ഒരു ദിവസത്തിന്റെ അവസാനമൊക്കെ ആവാറാകുമ്പോഴേക്കും മുന്നോട്ട് മെല്ലെ ഇങ്ങനെ കുനിഞ്ഞു വരുന്നൊരവസ്ഥ, ഇതൊക്കെയാണെങ്കിൽ ഒരു പക്ഷെ ഫ്ലാറ്റ് ബാക്ക് സിൻഡ്രോം എന്നുള്ള കണ്ടീഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയിലെ ആ ഒരു കർവേച്ചേഴ്സ് ആണ് നമ്മുടെ നിൽക്കുക, നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ കൃത്യമായി ചെയ്ത് നമ്മുടെ ആ ഒരു ബോഡി ബാലൻസും എല്ലാം സപ്പോർട്ട് സ്റ്റെബിലിറ്റി എല്ലാം തരുന്നത്. അപ്പോൾ ഈ കർവേച്ചേഴ്സ് പ്രോപ്പറായിട്ട് വരാത്ത അവസ്ഥ വരുമ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും ലോഡ് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ തൈ മസിൽസ്, അതുപോലെ ഗ്രോയിൻ ഏരിയ, അതുപോലെ ലോവർ ബാക്കിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള